ഫ്രണ്ട്സ്, എവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കുന്നത് LGSന്റെ സിലബസ് പറഞ്ഞിരിക്കുന്ന നമ്മുടെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനങ്ങൾ എന്ന ഭാഗത്ത് വരുന്ന ദേശീയ പ്രസ്ഥാനങ്ങളും സംഘടനകളും. ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് INCയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം ഏതാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം ചോദിച്ചാൽ ഏതാ? 1885 ഡിസംബർ 28-നാണ്. 1885 ഡിസംബർ 28-നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമാകുന്നത്. രണ്ടാമത്തെ ചോദ്യം: ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാ? അലൻ ഒക്ടേൻ ഹ്യൂമാണ്, അല്ലെ? AO ഹ്യൂമാണ്. ഓപ്ഷൻ എ, AO ഹ്യൂമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആരാ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആരാ? ഓപ്ഷൻ എ ആണ്, AO ഹ്യൂം തന്നെയാണ് എന്ത് INCയുടെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത്. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് അറിയപ്പെടുന്ന പ്രമുഖ സിദ്ധാന്തം ഏതാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടിട്ട് അറിയപ്പെടുന്ന പ്രമുഖ സിദ്ധാന്തമാണ് ഇത്? സുരക്ഷാ വാൽവ് സിദ്ധാന്തമാണ്. ഓപ്ഷൻ ബി ആണ്, സുരക്ഷാ വാൽവ് സിദ്ധാന്തമാണ്. അഞ്ചാമത്തെ ചോദ്യം: ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ സമ്മേളനത്തിന് വേദിയായ നഗരം ഏതാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ സമ്മേളനത്തിന് വേദിയായ നഗരമാണിത്? ഓപ്ഷൻ സി ആണ്, ബോംബെ ആണ് കേട്ടോ. ബോംബെ ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ സമ്മേളനത്തിന് വേദിയായ നഗരം ചോദിച്ചാൽ ഏതാ? ബോംബെ ആണ്. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം എത്രയാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം എത്രയാ? 72 പേരാണ് ആദ്യത്തെ INC സമ്മേളനത്തിൽ പങ്കെടുത്തത്. ഇനി ഏഴാമത്തെ ചോദ്യം: ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചതാരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചത് ആരാ? ഓപ്ഷൻ ബി ആണ്, ദാദാഭായ് നവറോജി ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ആ പേര്, അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചത് ആരാന്ന് ചോദിച്ചാൽ ആരാ? ദാദാഭായ് നവറോജി ആണ്. എട്ടാമത്തെ ചോദ്യം: INCയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? INCയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? WC ബാനർജി ആണ്, അല്ലെ? വ്യോമേഷ് ചന്ദ്ര ബാനർജി ആണ്. ആദ്യത്തെ സെക്രട്ടറി നമ്മൾ പറഞ്ഞു AO ഹ്യൂം ആണ്. ആദ്യത്തെ പ്രസിഡന്റ് വെച്ചാൽ ആരാ? WC ബാനർജി ആണ്. ഒൻപതാമത്തെ ചോദ്യം: ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമാകുന്ന സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമാകുന്ന സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? ഇന്ത്യയിലെ വൈസ്രോയി ഡഫറിൻ പ്രഭു ആണ്, അല്ലെ? ഓപ്ഷൻ സി, ഡഫറിൻ പ്രഭു ആയിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമാകുന്ന സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയി ചോദിച്ചാൽ ആരാ? ഡഫറിൻ പ്രഭു ആണ്. പത്താമത്തെ ചോദ്യം: ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടത് ഏത് പേരിലായിരുന്നു? ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്ന പേരിലായിരുന്നു. ഓപ്ഷൻ എ ആണ്, ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്ന പേരിലാണ്. 11ാമത്തെ ചോദ്യം: ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ സമ്മേളന വേദി എവിടെയാണ്? തീരുമാനിച്ചത് എവിടെയാണ്? അതായത് നമ്മൾ പറഞ്ഞു ആദ്യത്തെ സമ്മേളനം നടന്നത് എവിടെയായിരുന്നു? ബോംബെയിൽ വെച്ചിട്ടാണ് നടന്നത്. പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം തീരുമാനിച്ചിരുന്നത് വേറൊരു സ്ഥലത്തായിരുന്നു. അതേതായിരുന്നു? എവിടെയാ? പൂനെ ആയിരുന്നു ആദ്യം ഉദ്ദേശിച്ചിരുന്ന സ്ഥലം. ആദ്യത്തെ സമ്മേളനത്തിന് അവർ നിശ്ചയിച്ചിരുന്ന സ്ഥലം ചോദിച്ചാൽ അത് പൂനെ ആയിരുന്നു. പക്ഷെ നടന്നത് എവിടെയാ? ബോംബെയിൽ വെച്ചിട്ടാണ്. എന്തുകൊണ്ടാണെന്ന് അറിയാതെ? ഇതാ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ സമ്മേളനം പൂനെയിൽ നിന്ന് ബോംബെയിലേക്ക് മാറ്റാൻ കാരണമായ പകർച്ചവ്യാധി ഏതാണ്? അപ്പോൾ ഏതോ ഒരു പകർച്ചവ്യാധി കാരണം കൊണ്ടാണ് പൂനെയിൽ നിന്ന് എങ്ങോട്ട് മാറ്റുന്നത്? ബോംബെയിലേക്ക് മാറ്റിയത്. അത് ഏത് പകർച്ചവ്യാധിയാണ്? ഏതാ? പ്ലേഗ് ആണ്. ഓപ്ഷൻ ഡി, പ്ലേഗ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ സമ്മേളനം പൂനെയിൽ നിന്ന് ബോംബെയിലേക്ക് മാറ്റാൻ കാരണമായ പകർച്ചവ്യാധിയാണ് ഇത്? പ്ലേഗ് രോഗം. 13ാമത്തെ ചോദ്യം: ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി ആരാ? INCയുടെ സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി ആരാ? GP പിള്ളയാട്ടോ. ബാരിസ്റ്റർ GP പിള്ളയാണ്. ഇനി INCയുടെ ബ്രിട്ടീഷ് കമ്മിറ്റി ഇംഗ്ലണ്ടിൽ രൂപീകരിച്ച വർഷം ഏതാണ്? INCയുടെ ബ്രിട്ടീഷ് കമ്മിറ്റി ഇംഗ്ലണ്ടിൽ രൂപീകരിച്ച വർഷം ഏതാ? 1889-ലാണ്. ഓപ്ഷൻ സി ആണ്, 1889-ലാണ്. 15ാമത്തെ ചോദ്യം: INCയുടെ ബ്രിട്ടീഷ് കമ്മിറ്റിയിലെ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു? INCയുടെ ബ്രിട്ടീഷ് കമ്മിറ്റിയുടെ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു?
ആരായിരുന്നു? വില്യം വെഡർബേൺ ആട്ടോ. ഓപ്ഷൻ എ ആണ്, വില്യം വെഡർബേൺ ആണ്. 16ാമത്തെ ചോദ്യം, INCയുടെ ബ്രിട്ടീഷ് കമ്മിറ്റിയുടെ ഔദ്യോഗിക മാസിക ഏതാണ്? INCയുടെ ബ്രിട്ടീഷ് കമ്മിറ്റിയുടെ ഔദ്യോഗിക മാസിക ഏതാ? ഓപ്ഷൻ സി ആണ്, ഇന്ത്യയാണ്. ഓപ്ഷൻ സി ഇന്ത്യയാണ്. 17ാമത്തെ ചോദ്യം, കോൺഗ്രസിന് ആദ്യമായിട്ട് ഒരു ഭരണഘടന തയ്യാറാക്കിയ സമ്മേളനം ഏതാണ്? കോൺഗ്രസിന് ആദ്യമായിട്ട് ഒരു ഭരണഘടന തയ്യാറാക്കിയ സമ്മേളനമാണ് ഇത്. ഓപ്ഷൻ എ ആണ്, 1908 മദ്രാസ് സമ്മേളനം. കോൺഗ്രസിന് ആദ്യമായിട്ട് ഒരു ഭരണഘടന തയ്യാറാക്കിയ സമ്മേളനം ചോദിച്ചാൽ ഏതാ? 1908 മദ്രാസ് സമ്മേളനമാണ്. 18ാമത്തെ ചോദ്യം, കോൺഗ്രസിന് ഒരു ഭരണഘടന വേണമെന്ന് ആദ്യമായിട്ട് അഭിപ്രായപ്പെട്ട വ്യക്തി ആരാ? കോൺഗ്രസിന് ഒരു ഭരണഘടന വേണമെന്ന് ആദ്യമായിട്ട് അഭിപ്രായപ്പെട്ട വ്യക്തി ആരാണ്? ആനന്ദ മോഹൻ ബോസ് ആണ്. ഓപ്ഷൻ ബി, ആനന്ദ മോഹൻ ബോസ് ആണ്. 19ാമത്തെ ചോദ്യം, 1908 മദ്രാസ് കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണ്? 1908 മദ്രാസ് കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? റാഷ് ബിഹാരി ഘോഷ് ആണ് കേട്ടോ. റാഷ് ബിഹാരി ഘോഷ് ആണ്, ബോസ് അല്ല, ഘോഷ് ആണ്. ഓർത്തുക, റാഷ് ബിഹാരി ഘോഷ് ആണ്. എന്തായിരുന്നു 1908 സമ്മേളനത്തിന്റെ പ്രത്യേകത? കോൺഗ്രസിന് ആദ്യമായിട്ടൊരു ഭരണഘടന തയ്യാറാക്കിയ സമ്മേളനമാണ് ഇത്, 1908 മദ്രാസ് കോൺഗ്രസ് സമ്മേളനം. അതിന്റെ അധ്യക്ഷൻ ചോദിച്ചാൽ ആരാ? റാഷ് ബിഹാരി ഘോഷ് ആണ്. ഇനി INC സമ്മേളനത്തിന് ഡൽഹി ആദ്യമായിട്ട് വേദിയായ വർഷം ഏതാണ്? INCയുടെ സമ്മേളനത്തിന് ആദ്യമായിട്ട് ഡൽഹി നഗരം വേദിയായ വർഷം ഏതാണ്? ഏത് വർഷം? 1918 1918 എന്ത് ചെയ്യുന്നത്? ഡൽഹി ആദ്യമായിട്ട് INC സമ്മേളനത്തിന് വേദിയാകുന്നത്. 21ാമത്തെ ചോദ്യം, ഹിന്ദി ഭാഷയെ INCയുടെ ഔദ്യോഗിക ഭാഷയായിട്ട് തിരഞ്ഞെടുത്ത സമ്മേളനം ഏതാണ്? ഹിന്ദി ഭാഷയെ INCയുടെ ഔദ്യോഗിക ഭാഷയായിട്ട് തിരഞ്ഞെടുത്ത സമ്മേളനം ഏതാണ്? ഏതാ? 1925 കാൺപൂർ സമ്മേളനമാണ്. 1925 കാൺപൂർ സമ്മേളനം. ഹിന്ദി ഭാഷയെ INCയുടെ ഔദ്യോഗിക ഭാഷയായിട്ട് തെരഞ്ഞെടുത്ത സമ്മേളനമാണ് ഏത്? 1905 കാൺപൂർ സമ്മേളനം. 22ാമത്തെ ചോദ്യം, അടുത്തടുത്ത കോൺഗ്രസ് സമ്മേളനങ്ങളിൽ പ്രസിഡന്റായ അച്ഛനും മകനും ആരാണ്? അടുത്തടുത്ത കോൺഗ്രസ് സമ്മേളനങ്ങളിൽ പ്രസിഡന്റായ അച്ഛനും മകനും ആരാ? മോത്തിലാൽ നെഹ്റുവും അതുപോലെ ജവഹർലാൽ നെഹ്റു ആണ്. ഓപ്ഷൻ ബി ആണ്, മോത്തിലാൽ നെഹ്റു അതുപോലെ ജവഹർലാൽ നെഹ്റു ആണ്. ഇനി കോൺഗ്രസ് സമ്മേളനം നടന്ന ആദ്യത്തെ ദക്ഷിണേന്ത്യൻ നഗരം ഏതാ? കോൺഗ്രസിന്റെ സമ്മേളനം നടന്ന ആദ്യത്തെ ദക്ഷിണേന്ത്യൻ നഗരം ഏതാ? ഓപ്ഷൻ ബി ആണ്, മദ്രാസ് ആണ്. കോൺഗ്രസിന്റെ സമ്മേളനം നടന്ന ആദ്യത്തെ ദക്ഷിണേന്ത്യൻ നഗരം ചോദിച്ചാൽ ഏതാ? മദ്രാസ് ആണ്. ഇനി INCയുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത ആദ്യത്തെ വനിത ആരാണ്? INCയുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത ആദ്യത്തെ വനിത ആരായിരുന്നു? ഓപ്ഷൻ സി ആണ്, കാദംബിനി ഗാംഗുലിയാണ്. കാദംബിനി ഗാംഗുലിയാണ് INCയുടെ സമ്മേളനത്തെ ആദ്യമായിട്ട് അഭിസംബോധന ചെയ്ത വനിതയാണ് ആര്? കാദംബിനി ഗാംഗുലി. 25ാമത്തെ ചോദ്യം, കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യത്തെ ദളിത് വംശജൻ ആരാണ്? കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യത്തെ ദളിത് വംശജൻ ആരാ? ഓപ്ഷൻ ബി ആണ്, D സജീവയ്യ കേട്ടോ. കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യത്തെ ദളിത് വംശജൻ ചോദിച്ചാൽ ആരാ? D സജീവയ്യ ആണ്. ഇനി തുടർച്ചയായ 2 INC സമ്മേളനങ്ങളിൽ അധ്യക്ഷനായ ആദ്യത്തെ വ്യക്തി ആരാണ്? തുടർച്ചയായ 2 INC സമ്മേളനങ്ങളിൽ അധ്യക്ഷനായ ആദ്യത്തെ വ്യക്തി ആരാ? ഓപ്ഷൻ സി ആണ്, റാഷ് ബിഹാരി ഘോഷ് ആട്ടോ. റാഷ് ബിഹാരി ഘോഷ് ആണ്. തുടർച്ചയായ 2 INC സമ്മേളനങ്ങളിൽ അധ്യക്ഷനായ ആദ്യത്തെ വ്യക്തിയാണ് ആര്? റാഷ് ബിഹാരി ഘോഷ്. 27ാമത്തെ ചോദ്യം, INCയുടെ സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യത്തെ വനിത ആരാ? INCയുടെ സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യത്തെ വനിത ആരാണ്? പണ്ഡിറ്റ് രമാബായ് ആണ്. ഓപ്ഷൻ സി, പണ്ഡിറ്റ് രമാബായ് ആണ്. INCയുടെ സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യത്തെ വനിത ചോദിച്ചാൽ ആരാ? പണ്ഡിറ്റ് രമാബായ്. അല്ലെ, നമ്മൾ കാദംബിനി ഗാംഗുലി എന്താ പഠിച്ചത്? അത് INCയുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത ആദ്യത്തെ വനിതയാണ് ആര്? കാദംബിനി ഗാംഗുലി. ഇവിടെ എന്താ പഠിക്കുന്നത്? INCയുടെ സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യത്തെ വനിതയാണ് ആര്? പണ്ഡിറ്റ് രമാബായ്. 28ാമത്തെ ചോദ്യം, കോൺഗ്രസിന്റെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ് ആരാ? കോൺഗ്രസിലെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ് ആരാ? ഹക്കീം അജ്മൽ ഖാൻ ആണ്. ഓപ്ഷൻ സി ആണ്, ഹക്കീം അജ്മൽ ഖാൻ ആണ്. 29ാമത്തെ ചോദ്യം, പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ആരാ?
പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ആരാ? ഓപ്ഷൻ സി ആണ്, സീതാറാം കേസരി ആണ്. പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യത്തെ കോൺഗ്രസ് പ്രസിഡന്റാണ് ആര്? സീതാറാം കേസരി. ഇനി ബ്രിട്ടീഷുകാർ നിരോധിച്ച INC സമ്മേളനങ്ങൾ ഏതൊക്കെയാണ്? ബ്രിട്ടീഷുകാർ നിരോധിച്ച INC സമ്മേളനങ്ങൾ ഏതൊക്കെയാ? ബ്രിട്ടീഷുകാർ നിരോധിച്ചത് 1932 അതുപോലെ 1933 സമ്മേളനങ്ങളാണ് ആര് നിരോധിക്കുന്നത്? ബ്രിട്ടീഷുകാർ നിരോധിച്ചത്. 31ാമത്തെ ചോദ്യം, 1938 INC നിയമിച്ച ദേശീയ ആസൂത്രണ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? PSC ഒരുപാട് പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഇത്. 1938 നിയമിച്ച ദേശീയ ആസൂത്രണ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു ആണ്. പക്ഷെ ഇവിടെ പഠിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഇത് ആസൂത്രണ കമ്മിറ്റിക്ക് നേതൃത്വം കൊടുത്തത്, അത് രൂപീകരിക്കാൻ വേണ്ടി ശ്രമിച്ച വ്യക്തി ചോദിച്ചാൽ ആരെ എഴുതണമെന്നറിയോ? അത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. പക്ഷെ അതിന്റെ കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് ആര്? ജവഹർലാൽ നെഹ്റു. ഇനി സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ കാലം INC പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി ആരാ? സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ കാലം INCയുടെ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി ചോദിച്ചാൽ ആരാ? ഓപ്ഷൻ സി ആണ്, മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ കാലം INCയുടെ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയാണ് ആര്? മൗലാന അബ്ദുൽ കലാം ആസാദ്. 33ാമത്തെ ചോദ്യം, കോൺഗ്രസിന്റെ ശതാബ്ദി സമ്മേളനത്തിൽ അധ്യക്ഷനായ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? കോൺഗ്രസിന്റെ ശതാബ്ദി സമ്മേളനത്തിൽ അധ്യക്ഷനായ പ്രസിഡന്റ് ആരാ? രാജീവ് ഗാന്ധിയാണ് അല്ലെ. ഓപ്ഷൻ എ ആണ്, രാജീവ് ഗാന്ധി. 34, രാഹുൽ ഗാന്ധി ആദ്യമായിട്ട് കോൺഗ്രസിന്റെ പ്രസിഡന്റായ വർഷം ഏതാണ്? രാഹുൽ ഗാന്ധി ആദ്യമായിട്ട് INCയുടെ പ്രസിഡന്റായ വർഷം ഏതാണ്? ഏത് വർഷം? 2017 ഡിസംബർ 16 2017 ഡിസംബർ 16 ഓപ്ഷൻ സി ആണ്, 2017 ഡിസംബർ 16. 35ാമത്തെ ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയിലെ കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യത്തെ വനിത ആരാണ്? സ്വതന്ത്ര ഇന്ത്യയിൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യത്തെ വനിത ആരാ? ഓപ്ഷൻ സി ആണ്, ഇന്ദിരാഗാന്ധിയാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യത്തെ വനിതയാണ് ആര്? ഇന്ദിരാഗാന്ധി. 36ാമത്തെ ചോദ്യം, കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഖേദകരമായ സംഭവം എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ച സംഭവം എന്താണ്? കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഖേദകരമായ സംഭവം എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ച സംഭവമാണ് ഇത്. ഓപ്ഷൻ എ ആണ്, 1907 സൂററ്റ് പിളർപ്പാണ്. 37ാമത്തെ ചോദ്യം, ഇന്ത്യ സ്വതന്ത്രമാകുന്ന സമയത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരാണ്? ഇന്ത്യ സ്വതന്ത്രമാകുന്ന സമയത്ത് 1947 ഓഗസ്റ്റ് 15 ആ സമയത്ത് ആരായിരുന്നു INCയുടെ പ്രസിഡന്റ്? ആരായിരുന്നു? JB കൃപലാനിയാണ് അല്ലെ. ഓപ്ഷൻ ഡി, JB കൃപലാനിയാണ്. ഇന്ത്യ സ്വതന്ത്രമാകുന്ന സമയത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരാന്ന് വെച്ചാൽ ആരാ? JB കൃപലാനിയാണ്. ഇനി കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരായിരുന്നു? പട്ടാഭി സീതാരാമയ്യ. ഓപ്ഷൻ സി ആണ്, പട്ടാഭി സീതാരാമയ്യാണ്. ഇനി 39, രാജ്യദ്രോഹത്തിന്റെ ഫാക്ടറി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച സംഘടന ഏതാണ്? രാജ്യദ്രോഹത്തിന്റെ ഫാക്ടറി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച സംഘടന ചോദിച്ചാൽ ഏതാ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഓപ്ഷൻ സി ആണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. 40ാമത്തെ ചോദ്യം, ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പുസ്തകം എഴുതിയതാരാ? ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പുസ്തകം എഴുതിയതാരാ? പട്ടാഭി സീതാരാമയ്യാണ്. ഓപ്ഷൻ ബി ആണ്, പട്ടാഭി സീതാരാമയ്യാണ്. ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പുസ്തകം എഴുതിയതാരാ? പട്ടാഭി സീതാരാമയ്യാണ്. ഇനി 41ാമത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ആശയം ലോർഡ് ഡഫറിന്റെ ബുദ്ധിയാണ് എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി ആരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ആശയം ലോർഡ് ഡഫറിന്റെ ബുദ്ധിയാണ് എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി ആരാണ്? ആരതാ? ലാലാ ലജ്പതി റായ്. ഓപ്ഷൻ എ ആണ്, ലാലാ ലജ്പതി റായ്. ലാലാ ലജ്പതി റായ് എന്താ പറഞ്ഞത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ആശയം ലോർഡ് ഡഫറിന്റെ ബുദ്ധിയാണ് എന്ന് പറഞ്ഞതാരാ? ലാലാ ലജ്പതി റായ് ആണ്. ഇനി 1888 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെതിരായിക്കൊണ്ട് സർ സയ്യിദ് അഹമ്മദ് ഖാൻ രൂപീകരിച്ച സംഘടന ഏതാണ്? 1888 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെതിരായിക്കൊണ്ട് സർ സയ്യിദ് അഹമ്മദ് ഖാൻ രൂപീകരിച്ച സംഘടന ഏതാ? ഓപ്ഷൻ സി ആണ്, യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ ആണ്. 43, INCയുടെയും മുസ്ലിം ലീഗിന്റെയും പ്രസിഡന്റായ ഏക വ്യക്തി ആരാണ്? INCയുടെയും മുസ്ലിം ലീഗിന്റെയും പ്രസിഡന്റായ ഏക വ്യക്തി ആരാ? ഓപ്ഷൻ ഡി ആണ്, MA അൻസാരി ആട്ടോ.
INCയുടെയും മുസ്ലിം ലീഗിന്റെയും പ്രസിഡന്റായ ഏക വ്യക്തിയാണ് ആര്? MA അൻസാരി. ഇനി സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ INC സമ്മേളനങ്ങൾക്ക് വേദിയായ നഗരം ഏതാണ്? സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ INC സമ്മേളനങ്ങൾക്ക് വേദിയായ നഗരം ഓപ്ഷൻ ഡി ആണ്, കൊൽക്കത്തയാണ്. 45 സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും കൂടുതൽ INC സമ്മേളനങ്ങൾക്ക് വേദിയായ നഗരം ഏതാണ്? സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും കൂടുതൽ INC സമ്മേളനങ്ങൾക്ക് വേദിയായ നഗരം ചോദിച്ചാൽ ഏതാ? അത് ഡൽഹി ആട്ടോ. ഓപ്ഷൻ എ ഡൽഹിയാണ്. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ കാലം എവിടെയാ? ഏറ്റവും കൂടുതൽ തവണ എവിടെയാ? അത് കൊൽക്കത്തയാണ്. ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ആണെങ്കിലോ അത് ഡൽഹിയാണ്. ഇനി 46ാമത്തെ ചോദ്യം, INCയുടെയും ഹിന്ദു മഹാസഭയുടെയും പ്രസിഡന്റായ ഏക വ്യക്തി ആരാണ്? INCയുടെയും ഹിന്ദു മഹാസഭയുടെയും പ്രസിഡന്റായ ഏക വ്യക്തി ആരാ? മദൻ മോഹൻ മാളവ്യാണ്. ഓപ്ഷൻ ബി ആണ്, മദൻ മോഹൻ മാളവ്യാണ്. 47 ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമ്പന്ന വിഭാഗങ്ങളുടെ സംഘടന എന്ന് കോൺഗ്രസിനെ വിശേഷിപ്പിച്ചതാരാണ്? ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമ്പന്ന വിഭാഗങ്ങളുടെ സംഘടന എന്ന് കോൺഗ്രസിനെ വിശേഷിപ്പിച്ചതാരാണ്? ഓപ്ഷൻ എ ആണ്, ജവഹർലാൽ നെഹ്റു ആണ്. ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമ്പന്ന വിഭാഗങ്ങളുടെ സംഘടന എന്ന് കോൺഗ്രസിനെ വിശേഷിപ്പിച്ചതാരാ? ജവഹർലാൽ നെഹ്റു ആണ്. 48 മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് കോൺഗ്രസിനെ വിശേഷിപ്പിച്ചതാരാ? മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് കോൺഗ്രസിനെ വിശേഷിപ്പിച്ചതാരാ? ആരാ? ഡഫറിൻ പ്രഭു ആട്ടോ. ഓപ്ഷൻ ഇ ഡഫറിൻ പ്രഭു. 49 കോൺഗ്രസിന്റെ സമാധാനപരമായ അന്ത്യമാണ് എന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞതാരാ? കോൺഗ്രസിന്റെ സമാധാനപരമായ അന്ത്യമാണ് എന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞതാരാ? ആരാ? കഴ്സൺ പ്രഭു ആട്ടോ. ഓപ്ഷൻ ഡി ആണ്, കഴ്സൺ പ്രഭു ആണ്. 50ാമത്തെ ചോദ്യം, 3 ദിവസത്തെ തമാശ എന്ന് കോൺഗ്രസിനെ സമ്മേളനങ്ങളെ വിശേഷിപ്പിച്ചതാരാ? 3 ദിവസത്തെ തമാശ എന്ന് കോൺഗ്രസ് സമ്മേളനങ്ങളെ വിശേഷിപ്പിച്ചതാരാ? ആരാ? അശ്വിനി കുമാർ ദത്തയാണ് കേട്ടോ. AKD എന്ന് ഓർത്ത് നോക്കുക. ഇത് 3 നല്ല ഉള്ളത്. അപ്പോൾ 3 ദിവസത്തെ തമാശ എന്ന സമ്മേളനങ്ങളെ വിശേഷിപ്പിച്ചതാരാ? അശ്വിനി കുമാർ ദത്ത. AKD, അശ്വിനി കുമാർ ദത്ത. അങ്ങനെ ഓർത്ത് നോക്കുക. AKD 3 ദിവസത്തെ തമാശ എന്ന് കോൺഗ്രസ് സമ്മേളനങ്ങൾ വിശേഷിപ്പിച്ചതാരാ? അശ്വിനി കുമാർ ദത്തയാണ്. 51 യാചകരുടെ സംഘടന എന്ന് കോൺഗ്രസ് സമ്മേളനങ്ങളെ വിളിച്ചതാരാ? യാചകരുടെ സംഘടന എന്ന് കോൺഗ്രസ് സമ്മേളനങ്ങളെ വിളിച്ചതാരാ? ആരായിരുന്നു? അരബിന്ദ ഘോഷ് ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ്, അരബിന്ദ ഘോഷ് ആണ്. 52 വർഷത്തിലൊരിക്കൽ തവളകളെ പോലെ കരഞ്ഞിട്ട് കാര്യമില്ല എന്ന് കോൺഗ്രസ് സമ്മേളനങ്ങളെ വിളിച്ചതാരാ? വർഷത്തിലൊരിക്കൽ തവളകളെ പോലെ കരഞ്ഞിട്ട് കാര്യമില്ല എന്ന് കോൺഗ്രസ് സമ്മേളനങ്ങളെ വിളിച്ചതാരാ? ആരാ? ഓപ്ഷൻ സി ആണ്, ബാലഗംഗാധര തിലകാണ് അല്ലെ. വർഷത്തിലൊരിക്കൽ പോലെ തവളകളെ പോലെ കരഞ്ഞിട്ട് കാര്യമില്ല എന്ന് കോൺഗ്രസ് സമ്മേളനങ്ങളെ വിളിച്ചതാരാ? ബാലഗംഗാധര തിലകനാണ്. 53ാമത്തെ ചോദ്യം, അവധിക്കാല വിനോദ പരിപാടി എന്ന് കോൺഗ്രസ് സമ്മേളനങ്ങളെ വിളിച്ചതാരാ? അവധിക്കാല വിനോദ പരിപാടി എന്ന് കോൺഗ്രസ് സമ്മേളനങ്ങളെ വിളിച്ചതാരാ? ആരായിരുന്നു? അത് ബാലഗംഗാധര തിലകൻ തന്നെയാണ്. ഓപ്ഷൻ എ ബാലഗംഗാധര തിലകനാണ്. 54ാമത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, WC ബാനർജി ആണ് അല്ലെ. ഭൂമേഷ് ചന്ദ്ര ബാനർജി ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ്. ആരാ? ഭൂമേഷ് ചന്ദ്ര ബാനർജി ആണ്. 55ാമത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യത്തെ പാഴ്സി വിഭാഗക്കാരനാണ്? പാഴ്സി മതത്തിൽപ്പെട്ട ആള്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യത്തെ പാഴ്സി വിഭാഗക്കാരൻ ചോദിച്ചാൽ ആരാ? അത് ദാദാഭായ് നവറോജി ആട്ടോ. ഓപ്ഷൻ സി ദാദാഭായ് നവറോജി ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യത്തെ പാഴ്സി മതക്കാരൻ. ഇനി അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന്റെ പാർലമെന്ററി ബോർഡിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? കോൺഗ്രസിന്റെ പാർലമെന്ററി ബോർഡ് അധ്യക്ഷൻ ആരായിരുന്നു? MA അൻസാരിയാണ്. ഓപ്ഷൻ ബി ആണ്, MA അൻസാരിയാണ്. കോൺഗ്രസ് പാർലമെന്ററി ബോർഡിന്റെ ആദ്യത്തെ അധ്യക്ഷനാരാ? MA അൻസാരിയാണ്. 57 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആരാ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി AO ഹ്യൂം ആണ് അല്ലെ. അലൻ ഒക്ടീൻ ഹ്യൂം ആണ്. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യത്തെ മുസ്ലിം ആരാ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റ് ആരായിരുന്നു? ബദറുദ്ദീൻ തിയാബ്ജി ആണ്. ഓപ്ഷൻ എ ബദറുദ്ദീൻ തിയാബ്ജി ആണ്. 59 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യത്തെ വിദേശി ആരാ?
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യത്തെ വിദേശി ചോദിച്ചാൽ ആരാ? ജോർജ് യൂൾ ആണ്. ഓപ്ഷൻ സി ആണ്, ജോർജ് യൂൾ ആണ്. 60ാമത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യത്തെ മലയാളി ആരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മസ്റ്റ് വണ്ണാണ്, സ്റ്റാർ ഇട്ട് വെച്ചോ. INCയുടെ പ്രസിഡന്റായ ആദ്യത്തെ മലയാളി, ഏക മലയാളി ഒക്കെ ചോദിച്ചാൽ ആരേ ഉള്ളൂ? സി ശങ്കരൻ നായരാണ്. സി ശങ്കരൻ നായരാണ് INCയുടെ പ്രസിഡന്റായ ഏക ആദ്യത്തെ ഒക്കെ ചോദിച്ചാലും മലയാളി ആരാന്ന് ചോദിച്ചാൽ ആരാ? സി ശങ്കരൻ നായർ, ചേറ്റൂർ ശങ്കരൻ നായർ. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ചേറ്റൂർ ശങ്കരൻ നായരാണ്. 61ാമത്തെ ചോദ്യം, 3 തവണ ANC പ്രസിഡന്റായ ആദ്യ വ്യക്തി ആരാണ്? 3 തവണ INCയുടെ പ്രസിഡന്റായ ആദ്യ വ്യക്തി ആരാ? 3 തവണയായത് ദാദാഭായ് നവറോജിയാണ്. ഓപ്ഷൻ എ ആണ്, ദാദാഭായ് നവറോജിയാണ്. ഇനി 2 തവണ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യത്തെ വ്യക്തി ആരാണ്? 2 തവണ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യത്തെ വ്യക്തി ചോദിച്ചാൽ അതാരാ? അത് WC ബാനർജി ആട്ടോ. WC ബാനർജിയാണ് 2 തവണ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യത്തെ വ്യക്തി ആരാ? WC ബാനർജി. 3 തവണയാണെങ്കിലോ അത് ദാദാഭായ് നവറോജിയാണ്. ഇനി 2 തവണ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യത്തെ വിദേശി ആരാണ്? ക്വസ്റ്റ്യൻ വേറെയാണ്. 2 തവണ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യത്തെ വിദേശി അതാരാ? അത് വില്യം വെഡേബേൺ ആണ്. ഓപ്ഷൻ ഡി ആണ്, വില്യം വെഡേബേൺ ആണ്. ഇനി 64 തുടർച്ചയായിട്ട് INCയുടെ പ്രസിഡന്റായ ആദ്യത്തെ വ്യക്തി ആരാണ്? ഇത് നമ്മൾ പറഞ്ഞില്ലേ, ആരായിരുന്നു തുടർച്ചയായിട്ട് INCയുടെ പ്രസിഡന്റായ ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്നത്? അത് റാഷ് ബിഹാരി ഘോഷ് ആണ് അല്ലെ? റാഷ് ബിഹാരി ഘോഷ് ആണ്. 65ാമത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യത്തെ ദക്ഷിണേന്ത്യക്കാരൻ ആരായിരുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യത്തെ ദക്ഷിണേന്ത്യക്കാരൻ ആരാ? ഓപ്ഷൻ ഡി ആണ്, പി ആനന്ദ ചാർലു അല്ലെ? പി ആനന്ദ ചാർലു ആണ്. ഇനി 66ാമത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ ഹൈന്ദവൻ, INCയുടെ പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ ഹൈന്ദവൻ ആരാ? അത് ഓപ്ഷൻ എ ആണ്, ആനന്ദ ചാർലു അല്ലെ? ആനന്ദ ചാർലു ആണ്. 67 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരാണ്? INCയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരായിരുന്നു? ആനി ബസന്റ് അല്ലെ? ആനി ബസന്റ് ആണ് INCയുടെ പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആണ് ആര്? ആനി ബസന്റ്. ഇനി INCയുടെ പ്രസിഡന്റായ ആദ്യത്തെ വിദേശ വനിത ആരാണ്? INCയുടെ പ്രസിഡന്റായ ആദ്യത്തെ വിദേശ വനിത ആര് തന്നെയാ? അതും ആനി ബസന്റ് ആണ് അല്ലെ? ആനി ബസന്റ് ആണ്. 69ാമത്തെ ചോദ്യം, INCയുടെ പ്രസിഡന്റായ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ്? INCയുടെ പ്രസിഡന്റായ ആദ്യത്തെ ഇന്ത്യൻ വനിത ചോദിച്ചാൽ ആരാ? സരോജിനി നായിഡു ആട്ടോ. സരോജിനി നായിഡു INCയുടെ പ്രസിഡന്റായ ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് ആര്? സരോജിനി നായിഡു. 70ാമത്തെ ചോദ്യം, INCയുടെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ് ആയിരുന്നു? INCയുടെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ് ആരായിരുന്നു? ആക്ടിംഗ് പ്രസിഡന്റ് ഹക്കീം അജ്മൽ ഖാൻ. നമ്മൾ പറഞ്ഞതാണ്, ഹക്കീം അജ്മൽ ഖാൻ ആണ്. 71 INCയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരായിരുന്നു? INCയുടെ പ്രസിഡന്റായ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരായിരുന്നു? ഏറ്റവും പ്രായം കുറഞ്ഞത്? മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. 72ാമത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ആരാണ്? തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ആരാണ്? INCയുടെ ആദ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ആരായിരുന്നു? അത് നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് ആണ് അല്ലെ? ഓപ്ഷൻ എ ആണ്, സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഇനി 73 സ്വാതന്ത്ര്യത്തിന് ശേഷം കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യത്തെ വ്യക്തി ആരാണ്? സ്വാതന്ത്ര്യത്തിന് ശേഷം കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യത്തെ വ്യക്തിയാണ് ആര്? പട്ടാഭി സീതാരാമയ്യ കേട്ടോ. പട്ടാഭി സീതാരാമയ്യ. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യത്തെ മലയാളി ആരായിരുന്നു? സി ശങ്കരൻ നായർ. 75 INCയുടെ പ്രസിഡന്റായ ഇന്ത്യൻ വംശജ അല്ലാത്ത ആദ്യത്തെ വനിത, ഇത് നമ്മൾ പറഞ്ഞു, ആരാ? INCയുടെ പ്രസിഡന്റായ ഇന്ത്യൻ വംശജയല്ലാത്ത ആദ്യത്തെ വനിത, അതായത് ആദ്യത്തെ വിദേശ വനിത എന്ന് പറയുന്നത് ആരായിരുന്നു? ആനി ബസന്റ് ആണ് അല്ലെ? ആനി ബസന്റ് ആണ്. ഇനി മദ്രാസിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മൂന്നാം സമ്മേളനത്തിൽ എത്ര പ്രതിനിധികളാണ് പങ്കെടുത്തത്? INCയുടെ മൂന്നാമത്തെ സെഷനിൽ എത്ര പ്രതിനിധികളാണ് പങ്കെടുത്തത്? 607 പേരാണ് കേട്ടോ. 607 പേരാണ് മൂന്നാമത്തെ സെഷനിൽ പങ്കെടുത്തത്. ഓപ്ഷൻ എ ആണ്, 607 പേരാണ്. 77 ഏത് സമ്മേളനത്തിലാണ് ജോർജ് യൂള് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായത്? ഏത് സമ്മേളനത്തിലാണ് ജോർജ് യൂള് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായത്? ഏത് സമ്മേളനത്തിലായിരുന്നു? അലഹബാദ് ആണ് കേട്ടോ. അലഹബാദ് സമ്മേളനത്തിലാണ്. 78ാമത്തെ ചോദ്യം, 1888 INCയുടെ ശാഖ ആരംഭിച്ച ഇംഗ്ലണ്ടിൽ INCയുടെ ശാഖ ആരംഭിച്ച വ്യക്തി ആരാണ്? ഇംഗ്ലണ്ടിൽ INCയുടെ ശാഖ ആരംഭിച്ച വ്യക്തി ആരാണ്?
ആരായിരുന്നു? 77 വില്യം ഡിഗ്ബി ആണ് അല്ലെ. വില്യം ഡിഗ്ബി ആണ്. 78ാമത്തെ ചോദ്യം അല്ലെ. 1888 ഇംഗ്ലണ്ടിൽ INCയുടെ ശാഖ ആരംഭിച്ച വ്യക്തി ചോദിച്ചാൽ ആരാ? വില്യം ഡിഗ്ബി ആണ്. ഇനി ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് കോൺഗ്രസ് റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ച സ്ഥലം ഏതാണ്? ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് കോൺഗ്രസിന്റെ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ച സ്ഥലം എവിടെയായിരുന്നു? ബോംബെ ആണ്, അല്ലെങ്കിൽ മുംബൈയിലാണ്. 80ാമത്തെ ചോദ്യം, ചരിത്ര പ്രസിദ്ധമായ 1916 ലക്നൗ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച വ്യക്തി ആരാണ്? ചരിത്ര പ്രസിദ്ധമായ 1916 ലക്നൗ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച വ്യക്തി ആരാണ്? ആരാ? AC മജൂംദാർ ആണ് കേട്ടോ. അംബിക ചരുൺ മജൂംദാർ അല്ലെങ്കിൽ AC മജൂംദാർ ആണ്. 81 ഏത് സമ്മേളനത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് മാതൃക സ്വീകരിച്ചത്? ഏത് സമ്മേളനത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് മാതൃക സ്വീകരിച്ചത്? ഏതിലാ? 1955 ഓപ്ഷൻ ഡി, 1955. 82ാമത്തെ ചോദ്യം, 3 തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യത്തെ വ്യക്തിയെ. ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ഉണ്ടാവും. അത്രയേറെ നമ്മൾ എന്ത് ചെയ്യും? പറയുന്ന സമയത്ത് നിങ്ങളും പഠിച്ചു പോകും. അപ്പോൾ 3 തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യത്തെ വ്യക്തി ചോദിച്ചാൽ ആരാ? ദാദാഭായ് നവറോജി ആണ്. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിലാണ് ഗാന്ധിജി അധ്യക്ഷത വഹിച്ചത്? ഇന്നലെ നടന്ന നമ്മുടെ ലാബ് അറ്റൻഡർ എക്സാമിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിലാണ് ഗാന്ധിജി അധ്യക്ഷത വഹിച്ചത്? 1924 ബൽഗാം സമ്മേളനത്തിലാണ്. 1924 ബൽഗാം സമ്മേളനത്തിലാണ് ആര് അധ്യക്ഷത വഹിക്കുന്നത്? ഗാന്ധിജി ഏക സമ്മേളനത്തിലെ അധ്യക്ഷത വഹിച്ചിട്ടുള്ളൂ. അത് 1924 ബൽഗാം സമ്മേളനത്തിലാണ്. 84ാമത്തെ ചോദ്യം, 1918 കോൺഗ്രസിനെ രണ്ടാം പിളർപ്പിലേക്ക് നയിച്ച സംഭവം എന്താണ്? 1918 കോൺഗ്രസിനെ രണ്ടാം പിളർപ്പിലേക്ക് നയിച്ച സംഭവം എന്തായിരുന്നു? മൊണ്ടേഗു ഡിക്ലറേഷൻ ആണ് കേട്ടോ. 1919 മൊണ്ടേഗു ഡിക്ലറേഷൻ ആണ് കോൺഗ്രസിന്റെ രണ്ടാം പിളർപ്പിലേക്ക് നയിച്ചത്. 85ാമത്തെ ചോദ്യം, കോൺഗ്രസിന്റെ റേഡിയോ പ്രക്ഷേപണത്തിന്റെ ചുമതല വഹിച്ച വനിത ആരാ? കോൺഗ്രസിന്റെ റേഡിയോ പ്രക്ഷേപണത്തിന്റെ ചുമതല വഹിച്ച വനിത ആരാണ്? ആരായിരുന്നു? ഉഷാ മേത്തയാണ് അല്ലെ. ഓപ്ഷൻ സി, ഉഷാ മേത്തയാണ്. 86ാമത്തെ ചോദ്യം, 1945 ഷിംല സമ്മേളനത്തിൽ കോൺഗ്രസ് പ്രതിനിധികളെ നയിച്ച വ്യക്തി ആരാണ്? 1945 ഷിംല സമ്മേളനത്തിൽ കോൺഗ്രസിന്റെ പ്രതിനിധികളെ നയിച്ച വ്യക്തി ആരാണ്? ആരായിരുന്നു? ഓപ്ഷൻ ഡി ആണ്, അബ്ദുൽ കലാം ആസാദ്. അബ്ദുൽ കലാം ആസാദ് 1945 ഷിംല സമ്മേളനത്തിൽ കോൺഗ്രസിന്റെ പ്രതിനിധികളെ നയിച്ച വ്യക്തി ചോദിച്ചാൽ ആരാ? അബ്ദുൽ കലാം ആസാദ് ആണ്. 87ാമത്തെ ചോദ്യം, 1907 കോൺഗ്രസ് സമ്മേളനത്തിൽ മിതവാദികളും തീവ്രവാദികളും തീവ്ര ദേശീയവാദികളും തമ്മിലുള്ള പ്രധാന അഭിപ്രായ വ്യത്യാസത്തിന് കാരണമായ സമരം എന്താണ്? 1907 കോൺഗ്രസ് സമ്മേളനത്തിൽ മിതവാദികളും തീവ്രവാദികളും തീവ്ര ദേശീയവാദികളും തമ്മിലുള്ള പ്രധാനപ്പെട്ട അഭിപ്രായ വ്യത്യാസത്തിന് കാരണമായ സമരം എന്തായിരുന്നു? സ്വരാജ് ആണ് അല്ലെ. ഓപ്ഷൻ സി, സ്വരാജ് ആണ്. 88ാമത്തെ ചോദ്യം, സൂറത്ത് വിഭജനം നടക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരാണ്? സൂറത്ത് പിളർപ്പിന്റെ സമയത്ത് INCയുടെ പ്രസിഡന്റ് ആരായിരുന്നു? ഓപ്ഷൻ സി ആണ്, റാഷ് ബിഹാരി ഘോഷ് ആണ് കേട്ടോ. റാഷ് ബിഹാരി ഘോഷ് ആണ്. 89ാമത്തെ ചോദ്യം, മിതവാദികളും തീവ്രവാദികളും ഒരുമിച്ച കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം ഏതാണ്? മിതവാദികളും തീവ്രവാദികളും ഒരുമിച്ച കോൺഗ്രസ് സമ്മേളനം ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ ബി ആണ്, 1916 1916 90ാമത്തെ ചോദ്യം, കോൺഗ്രസ് നേതാക്കള് മിതവാദികൾ തീവ്രവാദികൾ എന്നിങ്ങനെ രണ്ടായിട്ട് പിരിഞ്ഞ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? കോൺഗ്രസ് നേതാക്കള് മിതവാദികൾ തീവ്രവാദികൾ എന്നിങ്ങനെ രണ്ടായിട്ട് പിരിഞ്ഞ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? സൂററ്റ് സമ്മേളനമാണ്. സൂററ്റ് സമ്മേളനമാണ്. അങ്ങനെയാണെങ്കിൽ സൂററ്റ് വിഭജനം നടന്ന വർഷം ഏതാണ്? അല്ലെങ്കിൽ സൂറത്ത് സമ്മേളനം നടന്ന വർഷം ഏതാണ്? ഏത് വർഷമാണ് നടന്നത്? 1907 കേട്ടോ. ഓപ്ഷൻ സി ആണ്, 1907 1907. 92ാമത്തെ ചോദ്യം, കോൺഗ്രസിലെ തീവ്രവാദി ഗ്രൂപ്പിന്റെ നേതാക്കൾ ആരാണ്? കോൺഗ്രസിലെ തീവ്രവാദി ഗ്രൂപ്പിന്റെ നേതാക്കൾ ആരാണ്? ആരാ? ഓപ്ഷൻ ബി ആണ്, ലാലാ ലജ്പതി റായ്, ബാലഗംഗാധര തിലകൻ, ബിപിൻ ചന്ദ്രപാൽ. ഇത് ഉറപ്പായിട്ടും നിങ്ങൾ പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. ഈ നേതാക്കന്മാരെ ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെക്കുക. അതായത് തീവ്രവാദികളുണ്ട്, മിതവാദികളുണ്ട്.
ഈ തീവ്രവാദി ഗ്രൂപ്പിന്റെ എങ്കിലും പഠിച്ചു വെക്കുക. ലാൽ പാൽ ബാൽ എന്നറിയപ്പെടുന്നവരാണ് ആരൊക്കെ? ലാലാ ലജ്പതി റായ്, ബാലഗംഗാധര തിലകൻ, അതുപോലെ ബിപിൻ ചന്ദ്രപാൽ. ഇത് മസ്റ്റായിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ കോൺഗ്രസിലെ തീവ്രവാദി ഗ്രൂപ്പിന്റെ നേതാക്കളാണ് ആരൊക്കെ? ലാലാ ലജ്പതി റായ്, ബാലഗംഗാധര തിലകൻ, ബിപിൻ ചന്ദ്രപാൽ. ഇവരറിയപ്പെടുന്ന പേരാണെന്ത്? ലാൽ പാൽ ബാൽ എന്ന പേരിൽ. 93ാമത്തെ ചോദ്യം, കോൺഗ്രസിലെ മിതവാദി വിഭാഗത്തിന്റെ നേതാവ് ആരായിരുന്നു? കോൺഗ്രസിലെ മിതവാദി വിഭാഗത്തിന്റെ നേതാവ് ആരായിരുന്നു? ഓപ്ഷൻ ഡി ആണ് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഗോപാലകൃഷ്ണ ഗോഖലെയാണ് കോൺഗ്രസിലെ മിതവാദി വിഭാഗത്തിന്റെ നേതാവ് ചോദിച്ചാൽ ആരാ? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. 94ാമത്തെ ചോദ്യം, മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ച കോൺഗ്രസ് സമ്മേളനം ഏതായിരുന്നു? മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ച കോൺഗ്രസ് സമ്മേളനം ഏതായിരുന്നു? ലക്നൗ സമ്മേളനമാണ്. ഓപ്ഷൻ എ ലക്നൗ സമ്മേളനമാണ്. 95ാമത്തെ ചോദ്യം, ഇന്ത്യക്ക് ഡൊമിനിയൻ പദവി നൽകണമെന്ന് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ട കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ഇന്ത്യക്ക് ഡൊമിനിയൻ പദവി നൽകണമെന്ന് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ട കോൺഗ്രസ് സമ്മേളനം ഏതായിരുന്നു? 1928 സമ്മേളനമാണ്. ഇന്ത്യക്ക് ഡൊമിനിയൻ പദവി നൽകണമെന്ന് ആവശ്യപ്പെട്ട സമ്മേളനമാണ് ഏത്? 1928 സമ്മേളനം. ഇനി 96ാമത്തെ ചോദ്യം, നെഹ്റു റിപ്പോർട്ട് സമർപ്പിച്ച തീയതി എന്നാണ്? നെഹ്റു റിപ്പോർട്ട് സമർപ്പിച്ച തീയതി എന്നായിരുന്നു? 1928 ഓഗസ്റ്റ് 10 ഓപ്ഷൻ ബി 1928 ഓഗസ്റ്റ് 10 97ാമത്തെ ചോദ്യം, ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ഭരണഘടന തയ്യാറാക്കി കൊടുക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് ഏതാണ്? ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ഭരണഘടന തയ്യാറാക്കിയെടുക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് ഏതാ? നെഹ്റു റിപ്പോർട്ടാണ്. ഓപ്ഷൻ ഡി നെഹ്റു റിപ്പോർട്ടാണ്. 98 നെഹ്റു റിപ്പോർട്ട് തയ്യാറാക്കിയതാരാം? നെഹ്റു റിപ്പോർട്ട് തയ്യാറാക്കിയതാരാം? ആരായിരുന്നു? മോത്തിലാൽ നെഹ്റു ആണ് അല്ലെ. ഓപ്ഷൻ ഡി മോത്തിലാൽ നെഹ്റു ആണ്. 99 നെഹ്റു റിപ്പോർട്ടിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് 1929 14 പോയിന്റുകൾ മുന്നോട്ട് വെച്ച വ്യക്തി ആരാണ്? നെഹ്റു റിപ്പോർട്ടിനെ തള്ളിക്കളഞ്ഞിട്ട് 1929 14 പോയിന്റുകൾ മുന്നോട്ട് വെച്ച വ്യക്തി ആരായിരുന്നു? അത് മുഹമ്മദ് അലി ജിന്നയാണ് കേട്ടോ. മുഹമ്മദ് അലി ജിന്നയാണ്. 100ാമത്തെ ചോദ്യം, ഗാന്ധിജി നെഹ്റുവിനെ ആദ്യമായിട്ട് കണ്ടുമുട്ടിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ഗാന്ധിജിയും നെഹ്റുവും തമ്മിൽ കണ്ടുമുട്ടിയ ആദ്യത്തെ സമ്മേളനം ഏതായിരുന്നു? ലക്നൗ സമ്മേളനമാട്ടോ. ലക്നൗ സമ്മേളനമാണ്. ഓപ്ഷൻ ബി ലക്നൗ സമ്മേളനമാണ്. 101ാമത്തെ ചോദ്യം, പൂർണ്ണ സ്വരാജ് ആണ് ഇന്ത്യൻ ജനതയുടെ അന്തിമമായ ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? പൂർണ്ണ സ്വരാജ് ആണ് ഇന്ത്യൻ ജനതയുടെ അന്തിമമായ ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? എന്ന 1929 ലാഹോർ സമ്മേളനമാട്ടോ. പൂർണ്ണ സ്വരാജ് ആണ് ഇന്ത്യൻ ജനതയുടെ അന്തിമമായ ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനമാണ് ഏത്? 29 ലാഹോർ സമ്മേളനം. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതാ? ഓപ്ഷൻ ബി ലാഹോർ തന്നെയാട്ടോ. ലാഹോർ സമ്മേളനമാണ്. 103 കോൺഗ്രസിന്റെ സ്ഥാപകനായ അലൻ ഒക്ടേവിയൻ ഹ്യൂമിന്റെ സ്വദേശം ഏതാണ്? കോൺഗ്രസിന്റെ സ്ഥാപകനായിട്ടുള്ള അലൻ ഒക്ടേവിയൻ ഹ്യൂമിന്റെ സ്വദേശം ഏതായിരുന്നു? സ്കോട്ട്ലാൻഡ് ആണ്. ഓപ്ഷൻ ബി സ്കോട്ട്ലാൻഡ് ആണ്. 104ാമത്തെ ചോദ്യം, ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിന്റെ പ്രസിഡന്റ് ആരാണ്? ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിന്റെ പ്രസിഡന്റ് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു ആണ്. 105ാമത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻഗാമി എന്ന് വിശേഷിപ്പിക്കുന്ന സംഘടന ഏതാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻഗാമി എന്ന് വിശേഷിപ്പിക്കുന്ന സംഘടനയാണ് ഇത്? ഇന്ത്യൻ നാഷണൽ യൂണിയൻ ആണ് അല്ലെ. ഇന്ത്യൻ നാഷണൽ യൂണിയൻ ആണ്. 106ാമത്തെ ചോദ്യം, 1885 കോൺഗ്രസിന്റെ പ്രഥമ അധ്യക്ഷനായിട്ടുള്ള WC ബാനർജി ഏത് പ്രവിശ്യക്കാരനായിരുന്നു? 1885 കോൺഗ്രസിന്റെ പ്രഥമ അധ്യക്ഷനായ WC ബാനർജി ഏത് പ്രവിശ്യക്കാരനായിരുന്നു? ഏതായിരുന്നു? ബോംബെ ആണ്. ഓപ്ഷൻ ബി ബോംബെ ആണ്. 107 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ AO ഹ്യൂം വഹിച്ചിരുന്ന പദവി ഏതാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ AO ഹ്യൂം വഹിച്ചിരുന്ന പദവി ഏതായിരുന്നു? സെക്രട്ടറി ആണ്. ഓപ്ഷൻ ബി സെക്രട്ടറി ആണ്. 108 കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിൽ ആദ്യ പ്രമേയം അവതരിപ്പിച്ചതാരാ?
കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിൽ ആദ്യത്തെ പ്രമേയം അവതരിപ്പിച്ചതാരാണ്? ആരായിരുന്നു? ജി സുബ്രഹ്മണ്യ അയ്യറാണ്. ഓപ്ഷൻ എ ജി സുബ്രഹ്മണ്യ അയ്യറാണ്. 109 ഏത് വർഷമാണ് ഇന്ദിരാഗാന്ധി കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയത്? ഏത് വർഷമാണ് ഇന്ദിരാഗാന്ധി കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയത്? ഏത് വർഷം? 1959. 1959 ഏത് വർഷമാണ് ഇന്ദിരാഗാന്ധി കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയെന്ന് ചോദിച്ചാൽ 1959. ഇനി കോൺഗ്രസിന്റെ ആദ്യത്തെ സമ്മേളന വേദിയായിട്ട് നിശ്ചയിച്ചിരുന്ന ഏത് നഗരത്തിലാണ് പ്ലേഗ് ബാധ ഉണ്ടായത്? കോൺഗ്രസിന്റെ ആദ്യ സമ്മേളന വേദിയായിട്ട് നിശ്ചയിച്ചിരുന്ന ഏത് നഗരത്തിൽ പ്ലേഗ് ബാധ ഉണ്ടായിരുന്നതിനാലാണ് ബോംബെയിലേക്ക് മാറ്റിയത്? ഏത് നഗരത്തിലാ? പൂനെയാണ് അല്ലെ? നമ്മൾ പറഞ്ഞിട്ടുണ്ട് പൂനെയാണ്. ഇനി കിങ് മേക്കർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന കോൺഗ്രസ് പ്രസിഡന്റ് ആരാ? കിങ് മേക്കർ എന്നറിയപ്പെടുന്ന INCയുടെ പ്രസിഡന്റ് ആരാ? കെ കാമരാജ് ആണ് അല്ലെ? ഓപ്ഷൻ എ കെ കാമരാജ് ആണ്. ഇനി എത്ര ഔദ്യോഗിക പ്രതിനിധികളാണ് കൊൽക്കത്തയിൽ നടന്ന കോൺഗ്രസിന്റെ രണ്ടാം സമ്മേളനത്തിൽ പങ്കെടുത്തത്? എത്ര ഔദ്യോഗിക പ്രതിനിധികളാണ് കോൺഗ്രസിന്റെ രണ്ടാം സമ്മേളനത്തിൽ പങ്കെടുത്തത്? എത്രയാ? 434 ആണ് കേട്ടോ. 434. ഒന്നാമത്തേൽ 72, രണ്ടാമത്തേൽ 434, മൂന്നാമത്തേൽ 607. ഈ 3 പഠിച്ചു വെക്കൽ നിർബന്ധമാണ്. 113ാമത്തെ ചോദ്യം. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ദേശീയ തലത്തിൽ ആദ്യമായിട്ട് പിളർന്ന വർഷം ഏതാണ്? സ്വാതന്ത്ര്യത്തിന് ശേഷം INC ദേശീയ തലത്തിൽ പിളർന്ന വർഷം ഏതാണ്? 1969. ഓപ്ഷൻ ബി ആണ് 1969. 114ാമത്തെ ചോദ്യം. കോൺഗ്രസ് സമ്മേളനത്തിന് വേദിയായ ആദ്യത്തെ ദക്ഷിണേന്ത്യൻ നഗരം ഏതാണ്? കോൺഗ്രസിന്റെ സമ്മേളനത്തിന് വേദിയായ ആദ്യത്തെ ദക്ഷിണേന്ത്യൻ നഗരം ഏതാ? ഓപ്ഷൻ ബി മദ്രാസ് ആണ്. 115 കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് ചിഹ്നമായിട്ട് കൈപ്പത്തി നിർദ്ദേശിച്ച വ്യക്തി ആരാണ്? കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായിട്ട് കൈപ്പത്തി നിർദ്ദേശിച്ച വ്യക്തി ആരാ? ഇന്ദിരാഗാന്ധിയാണ് കേട്ടോ. ഇന്ന് കാണുന്ന കൈപ്പത്തി ആരാ നിർദ്ദേശിച്ചത്? ഇന്ദിരാഗാന്ധിയാണ്. 116 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബ്രിട്ടീഷ് കമ്മിറ്റി ആരംഭിച്ച പ്രസിദ്ധീകരണം ഏതായിരുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബ്രിട്ടീഷ് കമ്മിറ്റി ആരംഭിച്ച പ്രസിദ്ധീകരണം ഏതായിരുന്നു? എന്തായിരുന്നു? ഇന്ത്യ എന്നുള്ളതായിരുന്നു അല്ലെ? ഇന്ത്യ എന്നുള്ളതായിരുന്നു. 117 ഇന്ത്യയിൽ ആദ്യമായിട്ട് കോൺഗ്രസ് ഇതര സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നത് ഏത് വർഷം? ഇന്ത്യയിൽ ആദ്യമായിട്ട് കോൺഗ്രസ് ഇതര സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്ന വർഷം ഏതാണ്? ഏത് വർഷമായിരുന്നു? ഓപ്ഷൻ ബി ആണ് 1977. 1977. 118 ഏത് വർഷമാണ് കോൺഗ്രസ് ആദ്യമായിട്ട് പാർട്ടി ഭരണഘടനയ്ക്ക് രൂപം നൽകിയത്? ഏത് വർഷമാണ് കോൺഗ്രസ് ആദ്യമായിട്ട് പാർട്ടി ഭരണഘടനയ്ക്ക് രൂപം നൽകിയത്? ഏത് വർഷം? 1899. 1899. 119ാമത്തെ ചോദ്യം. സ്വദേശി എന്ന മുദ്രാവാക്യം ആദ്യമായിട്ട് ഉയർന്ന 1905 ബനാറസ് സമ്മേളനത്തിലെ അധ്യക്ഷൻ ആരായിരുന്നു? സ്വദേശി എന്ന മുദ്രാവാക്യം ആദ്യമായിട്ട് ഉയർന്ന 1905 ബനാറസ് കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഓപ്ഷൻ സി ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. 120 താഴെ പറയുന്നവരിൽ ആരാണ് തീവ്ര ദേശീയവാദത്തിന്റെ വക്താവ് അല്ലാത്ത നേതാവ്? താഴെ പറയുന്നവരിൽ ആരാണ് തീവ്ര ദേശീയവാദത്തിന്റെ വക്താവ് അല്ലാത്ത നേതാവ്? ആരാ? ഓപ്ഷൻ സി ആണ് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. 121 കോൺഗ്രസിന്റെ പ്രസിഡന്റ് വർഷം മുഴുവനും സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തുകയെന്ന കീഴ്വഴക്കം ആരംഭിച്ചത് ആര് അധ്യക്ഷ പദവിയിലെത്തിയത് മുതലാണ്? കോൺഗ്രസ് പ്രസിഡന്റ് വർഷം മുഴുവനും സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തുന്ന കീഴ്വഴക്കം ആരംഭിച്ചത് ആര് അധ്യക്ഷ പദവിയിലെത്തിയത് മുതലാണ്? ആരാ? ഓപ്ഷൻ ബി ആണ് ആനി ബെസന്റ് ആണ്. ഓപ്ഷൻ ബി ആനി ബെസന്റ്. 122 ഡൽഹിയിൽ വെച്ചിട്ട് ആദ്യമായിട്ട് കോൺഗ്രസ് സമ്മേളിച്ചത് ഏത് വർഷമാണ്? ഡൽഹിയിൽ വെച്ച് ആദ്യമായിട്ട് കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം ഏതാണ്? ഓപ്ഷൻ ബി ആണ് 1918. ഓപ്ഷൻ ഡി 1918. 123 കോൺഗ്രസിന്റെ എത്രാമത്തെ വാർഷിക സമ്മേളനത്തിലാണ് മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ചത്? 1924 കോൺഗ്രസിന്റെ എത്രാമത്തെ വാർഷിക സമ്മേളനത്തിലാണ് മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ചത്?
എത്രാമത്തെയാ? 39ാമതാണ്. ഓപ്ഷൻ ബി ആണ്, 39ാമതാണ്. 124ാമത്തെ ചോദ്യം, ഏത് വർഷം നടന്ന സമ്മേളനത്തിലാണ് ഹിന്ദിയെ AICCയുടെ അതായത് ഓൾ ഇന്ത്യ കോൺഗ്രസിന്റെ ഔദ്യോഗിക ഭാഷയായിട്ട് സ്വീകരിച്ചത്? AICC എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി എന്നാണ്, അതായത് INC തന്നെയാണ് അത്. ഏത് വർഷം നടന്ന സമ്മേളനത്തിലാണ് ഹിന്ദി INCയുടെ ഔദ്യോഗിക ഭാഷയായിട്ട് സ്വീകരിച്ചത്? ഏത് വർഷമായിരുന്നു? 1925ലാണ്. ഓപ്ഷൻ എ ആണ്, 1925 സമ്മേളനത്തിലാണ്. 125ാമത്തെ ചോദ്യം, നിസ്സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് 1920 വിളിച്ചു ചേർത്ത കൊൽക്കത്ത പ്രത്യേക സമ്മേളനത്തിലെ അധ്യക്ഷത വഹിച്ചതാരാണ്? 1920 2 സമ്മേളനങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ പ്രത്യേക സമ്മേളനമാണ് ഇത് കൊൽക്കത്തയിൽ വെച്ച് നടന്നത്. അതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ലാലാ ലജ്പതി റായ് ആട്ടോ. ഓപ്ഷൻ ഡി ആണ്, ലാലാ ലജ്പതി റായ് ആണ്. 126 സ്വതന്ത്ര ഭാരതത്തിൽ കോൺഗ്രസിന്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് ചിഹ്നം എന്താണ്? സ്വതന്ത്ര ഭാരതത്തിൽ കോൺഗ്രസിന്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് ചിഹ്നം എന്തായിരുന്നു? ഓപ്ഷൻ സി ആണ്, മുഖമേന്തിയ കാളയാണ്. മുഖമേന്തിയ കാളയാണ്. 127 കോൺഗ്രസ് ദേശീയ അധ്യക്ഷ പദത്തിലിരിക്കെ വധിക്കപ്പെട്ട ആദ്യത്തെ നേതാവാരാണ്? INCയുടെ പ്രസിഡന്റ് ആയിരിക്കെ വധിക്കപ്പെട്ട ആദ്യത്തെ നേതാവാരാണ്? ആരായിരുന്നു? ഓപ്ഷൻ ഡി ആണ്, ഇന്ദിരാഗാന്ധിയാണ്. 128 ഏറ്റവും കൂടിയ പ്രായത്തിൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ വ്യക്തി ആരാണ്? ഏറ്റവും കൂടിയ പ്രായത്തിൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ വ്യക്തി ആരാണ്? ഓപ്ഷൻ എ ആണ്, ദാദാഭായ് നവറോജി ആണ്. 129 സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായിട്ട് കോൺഗ്രസിന്റെ അധ്യക്ഷ പദം വഹിച്ചതാരാണ്? സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായിട്ട് കോൺഗ്രസിന്റെ അധ്യക്ഷ പദം വഹിച്ചതാരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. മൗലാന അബ്ദുൽ കലാം ആസാദ്. 130ാമത്തെ ചോദ്യം, INCയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം കോൺഗ്രസിന്റെ അധ്യക്ഷ പദം വഹിച്ചതാരാണ്? INCയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കാലം പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി ആരായിരുന്നു? സോണിയാഗാന്ധിയാണ്. ഓപ്ഷൻ എ, സോണിയാഗാന്ധിയാണ്. 131 ജവഹർലാൽ നെഹ്റു ഏത് വർഷം നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് ആദ്യമായിട്ട് പങ്കെടുത്തത്? ജവഹർലാൽ നെഹ്റു ഏത് വർഷം നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് ആദ്യമായിട്ട് പങ്കെടുത്തത്? 1912 സമ്മേളനത്തിലാണ്. 1912 സമ്മേളനത്തിലാണ്. 132ാമത്തെ ചോദ്യം, മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും ഏത് വർഷം നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് ആദ്യമായിട്ട് കണ്ടുമുട്ടിയത്? നമ്മൾ സ്ഥലം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു? ലക്നൗ സമ്മേളനം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ലക്നൗ ആയിരുന്നു. പക്ഷെ വർഷം ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഓർത്തുവെക്കുക, മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും ഏത് വർഷം നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് ആദ്യമായിട്ട് കണ്ടുമുട്ടിയെന്ന് ചോദിച്ചാൽ 1916 ലക്നൗ സമ്മേളനത്തിലാണ്. 133 സ്റ്റാമ്പിൽ ചിത്രം മുദ്രണം ചെയ്യപ്പെട്ട ആദ്യത്തെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരാണ്? സ്റ്റാമ്പിൽ ചിത്രം മുദ്രണം ചെയ്യപ്പെട്ട ആദ്യത്തെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? മഹാത്മാഗാന്ധിയാണ് അല്ലെ? ഓപ്ഷൻ ബി, മഹാത്മാഗാന്ധിയാണ്. 134 ഏറ്റവും കൂടുതൽ കോൺഗ്രസ് വാർഷിക സമ്മേളനങ്ങളിൽ അധ്യക്ഷത വഹിച്ച നേതാവ് ആരാണ്? ഏറ്റവും കൂടുതൽ കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനങ്ങളിൽ അധ്യക്ഷത വഹിച്ച നേതാവ് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഓപ്ഷൻ സി, ജവഹർലാൽ നെഹ്റു. 135 ഗാന്ധിജി പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഗാന്ധിജി പങ്കെടുത്ത ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എന്നായിരുന്നു? 1901 ഗാന്ധിജി ആദ്യമായിട്ട് INCയുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. അതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു ചോദിച്ചാൽ DE വാജ്പേയിയാണ്. ഓപ്ഷൻ ഡി, DE വാജ്പേയിയാണ്. 136ാമത്തെ ചോദ്യം, ലക്ഷ്യം നിറവേറിയതിനാൽ സ്വാതന്ത്ര്യത്തിന് ശേഷം കോൺഗ്രസ് എന്തായിട്ട് മാറണമെന്ന ഗാന്ധിജി നിർദ്ദേശിച്ചത്? ലക്ഷ്യം നിറവേറിയതിനാൽ സ്വാതന്ത്ര്യത്തിന് ശേഷം കോൺഗ്രസ് എന്തായിട്ട് മാറണമെന്നാണ് ഗാന്ധിജി നിർദ്ദേശിച്ചത്? എന്തായിരുന്നു? ഓപ്ഷൻ ബി ആണ് അല്ലെ? ലോക സേവാ സംഘമാണ്. ഓപ്ഷൻ ബി, ലോക സേവാ സംഘമാണ്. 137 2 പ്രാവശ്യം കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലെത്തിയ ഏക വിദേശി ആരാണ്? 2 പ്രാവശ്യം കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലെത്തിയ ഏക വിദേശി ആരാണ്? വില്യം വെഡർബേൺ അല്ലെ? ഓപ്ഷൻ ബി, വില്യം വെഡർബേൺ ആണ്. 138 ലോക്സഭാ സ്പീക്കർ, രാഷ്ട്രപതി എന്നീ പദവികളിലെത്തിയ ഏക കോൺഗ്രസിന്റെ അധ്യക്ഷൻ ആരാണ്? ലോക്സഭാ സ്പീക്കർ,
രാഷ്ട്രപതി എന്നീ പദവികളിലെത്തിയ ഏക INCയുടെ പ്രസിഡന്റ് ആരാണ്? ഓപ്ഷൻ ബി ആണ് നീലം സഞ്ജീവ് റെഡ്ഡിയാണ്. 139 1922 ഗയ സെഷനിൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? 1922 ഗയ സെഷനിൽ INCയുടെ പ്രസിഡന്റ് ആരാണ്? ഓപ്ഷൻ എ ആണ് CR ദാസ് ആണ്. CR ദാസ് ആണ്. 140 ആർജിത ഇന്ത്യൻ പൗരത്വമുള്ള ഏക കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരാണ്? ആർജിത ഇന്ത്യൻ പൗരത്വമുള്ള ഏക കോൺഗ്രസ് പ്രസിഡന്റ് ആരാണ്? ആരാ? ഓപ്ഷൻ സി ആണ് സോണിയ ഗാന്ധിയാണ്. 141 ഏത് വർഷമാണ് മഹാത്മാഗാന്ധി കോൺഗ്രസ് വിട്ടത്? ഏത് വർഷമാണ് ഗാന്ധിജി കോൺഗ്രസ് വിട്ടത്? ഓപ്ഷൻ ബി ആണ് 1934. 142 കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലെത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ വനിത ആരാണ്? കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലെത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ വനിത. ഓപ്ഷൻ സി ആണ് ഇന്ദിരാഗാന്ധിയാണ്. 143 കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലെത്തിയ ഏറ്റവും പ്രായം കൂടിയ വനിത ആരാണ്? കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലെത്തിയ ഏറ്റവും പ്രായം കൂടിയ വനിത ആരാ? ആനി ബസന്റ്. ഓപ്ഷൻ ഡി ആനി ബസന്റ്. ഏറ്റവും പ്രായം കുറഞ്ഞതാണെങ്കിൽ ഇന്ദിരാഗാന്ധി, ഏറ്റവും പ്രായം കൂടിയതാണെങ്കിൽ അത് ആനി ബസന്റ്. ആചാര്യ കൃപലാനിക്ക് ശേഷം കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയത് ആരാ? ആചാര്യ കൃപലാനിക്ക് ശേഷം കോൺഗ്രസിന്റെ പ്രസിഡന്റായ വ്യക്തി ചോദിച്ചാൽ ആരാ? പട്ടാഭി സീതാരാമയ്യാണ്. 145 സുഭാഷ് ചന്ദ്രബോസ് രണ്ടാമത്തെ പ്രാവശ്യം കോൺഗ്രസ് അധ്യക്ഷ പദവിയിലെത്തിയ സമ്മേളനം നടന്ന ത്രിപുരി എന്ന് പറയുന്നത് ഏത് സംസ്ഥാനത്താണ്? അതായത് സുഭാഷ് ചന്ദ്രബോസ് INCയുടെ തുടർച്ചയായിട്ട് രണ്ടാമത്തെ തവണ എന്ത് ചെയ്തു? INCയുടെ പ്രസിഡന്റായി. അത് ത്രിപുരി സമ്മേളനത്തിലായിരുന്നു. ഈ ത്രിപുരി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഏതാ? മധ്യപ്രദേശിലാണ് കേട്ടോ. മധ്യപ്രദേശിലാണ്. 146 സ്വതന്ത്ര ഇന്ത്യയിലെ പ്രഥമ കോൺഗ്രസ് സമ്മേളനത്തിന്റെ വേദി ഏതായിരുന്നു? പ്രഥമ സമ്മേളനത്തിന്റെ വേദി, അതായത് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം നടന്ന ആദ്യത്തെ INCയുടെ സമ്മേളനത്തിന്റെ വേദി എവിടെയായിരുന്നു? ജയ്പൂരാണ്. ഓപ്ഷൻ ഡി ജയ്പൂരാണ്. 147 രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പരാജിതനായ കോൺഗ്രസ് പ്രസിഡന്റ് ആരാണ്? രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പരാജിതനായ കോൺഗ്രസ് പ്രസിഡന്റ് ആരാണ്? ആരാ? ഓപ്ഷൻ സി ആണ് സഞ്ജീവ് റെഡ്ഡി കേട്ടോ. നീലം സഞ്ജീവ് റെഡ്ഡിയാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പരാജിതനായ കോൺഗ്രസ് പ്രസിഡന്റ് ആണ്. ആര്? നീലം സഞ്ജീവ് റെഡ്ഡി എന്ന് പറയുന്നത്. 148 ചോദ്യം. 1939 കോൺഗ്രസിന്റെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഗാന്ധിജി ആരെയാ പിന്തുണച്ചത്? ആദ്യമായിട്ട് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലേക്ക് ഇലക്ഷൻ നടന്ന വർഷമാണ് 1939 എന്ന് പറയുന്നത്. ആ സമയത്ത് 2 പേരായിരുന്നു മത്സരിച്ചത്. ഒന്ന് പട്ടാഭി സീതാരാമയും പിന്നെ ഒന്ന് സുഭാഷ് ചന്ദ്രബോസും. ഇതിൽ ഗാന്ധിജി ആരെ പിന്തുണച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പട്ടാഭി സീതാരാമയ്യ കേട്ടോ. പട്ടാഭി സീതാരാമയ്യാണ്. പക്ഷെ വിജയിച്ചതാരായിരുന്നു? സുഭാഷ് ചന്ദ്രബോസ് ആണ്. 149 ചോദ്യം. ആരുടെ നിര്യാണ ശേഷമാണ് മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അനിഷേധ്യ നേതാവായിട്ട് ഉയർന്നത്? ആരുടെ നിര്യാണ ശേഷമാണ് മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അനിഷേധ്യനായ നേതാവായിട്ട് ഉയർന്നത്? ആരായിരുന്നു? ഓപ്ഷൻ എ ആണ് ബാലഗംഗാധര തിലകന്റെ മരണത്തിന് ശേഷമാണ്.